സഖാവ് പുഷ്പൻ്റെ മൃതദേഹവും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര കോഴിക്കോട് യൂത്ത് സെൻറ്ററിൽ നിന്നും DYFI ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്നും രാവിലെ ഒരു 8 മണിക്ക് ഏതാനും സമയത്തിനകം ആരംഭിക്കും. തുടർന്ന് എലത്തൂർ, കൊയിലാണ്ടി, നന്ദിബസാർ, പയ്യോളി, വടകര, നാദാപുരം റോഡ്, തലശ്ശേരി, കൂത്തുപറമ്പ്, പാനൂര്, പൂക്കോംപടി രജിസ്റ്റർ ഓഫീസ്, ചൊക്ലി രാമവിലാസം ഹയർ സെക്കൻഡറി സ്കൂൾ, അതോടൊപ്പം ചൊക്ലിയിൽ മേനപ്പുറത്തെ പുഷ്പൻ്റെ വീട്, അതിന് സമീപത്തുള്ള സ്ഥലത്ത് ശവസംസ്കാരം. ഒരു 10:30 മണിയാവുമ്പോഴേക്ക് തലശ്ശേരിയിലെത്തിയാൽ അവിടെ ഒരു മണിക്കൂറോളം പൊതുദർശനത്തിന് വെക്കാനും, ഒരു 12 മണിയോടുകൂടി ചൊക്ലി രാമവിലാസ ഹയർ സെക്കൻഡറി സ്കൂളിലെത്തിയാൽ അവിടെ ഒരു 4:30 വരെ പൊതുദർശനത്തിന് വെക്കാനും, തുറന്ന് 5 മണിക്ക് ശവസംസ്കാര ചടങ്ങ് നടത്താനും വേണ്ടിയാണ് ആഗ്രഹിക്കുന്നത്. കേരളത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് CPMൻ്റെയും ഇടതുപക്ഷത്തിൻ്റെയും മറ്റിതര രാഷ്ട്രീയ വിഭാഗത്തിൽപ്പെട്ടവരുടെയും നേതാക്കന്മാരും യുവജന നേതാക്കൾ, DYFIയുടെ ദേശീയ സംസ്ഥാന നേതാക്കൾ, മന്ത്രിമാർ, ഇവരൊക്കെ ഈ പറയുന്ന വിവിധ സ്ഥലങ്ങളിൽ എത്തിച്ചേരുന്നുണ്ട്. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ ചൊക്ലി രാമവിലാസം ഹയർ സെക്കൻഡറി സ്കൂളിൽ പൊതുദർശനത്തിന് വെക്കുന്ന സമയത്ത് എത്തിച്ചേരും. CPIM കേന്ദ്ര കമ്മിറ്റി യോഗത്തിലാണ് ഇവരെല്ലാം ഉള്ളത്. കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കുന്ന കേരളത്തിലുള്ള സഖാക്കൾക്കും ദേശീയ നേതാക്കൾക്കും വേണ്ടി പ്രതിനിധീകരിച്ചുകൊണ്ടാണ് MV ഗോവിന്ദൻ മാസ്റ്റർ വരുന്നത്. മറ്റുള്ളവർ പിന്നീടുള്ള ദിവസങ്ങളിൽ സഖാവ് പുഷ്പൻ്റെ വീട് സന്ദർശിക്കും എന്നാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ അങ്ങനെയാണ് എത്തിച്ചേരുക. അതോടൊപ്പം പുഷ്പൻ്റെ ഈ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര കടന്നു പോകുമ്പോൾ ഓർമ്മയിൽ വരുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, 1994 നവംബർ 25 പുഷ്പന് വെടിയേറ്റ് നട്ടെല്ല് തകർന്ന് കഴുത്തിന് താഴെ പൂർണ്ണമായി ചലനരഹിതമായി 30 വർഷമാണ് അദ്ദേഹം ജീവിക്കുന്ന രക്തസാക്ഷിയായി കഴിഞ്ഞത്. ഈ 30 വർഷം രാജ്യത്തിലെയും കേരളത്തിലെയും യുവജനങ്ങൾക്ക് വികാരവും വിചാരവും കരുത്തുമായിട്ടാണ് പുഷ്പൻ. അതൊരു പ്രസ്ഥാനം പോലെയായിരുന്നു എന്നുള്ളതാണ് സത്യം. ഇന്നലെ പുഷ്പനെ പറ്റി വിവരിക്കുന്ന സമയത്ത് എനിക്ക് പോലും മനസ്സിന് വളരെയേറെ പ്രയാസമുണ്ടായി. കാരണം ഞാനും അന്ന് DYFIയുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന M സുരേന്ദ്രനും അടക്കമുള്ളവർ ആ സമരത്തിലുണ്ടായിരുന്നു. ആ സമരത്തിൽ പങ്കെടുത്ത ഞങ്ങൾക്കെല്ലാം അടിയേറ്റതാണ്. ഞങ്ങളെല്ലാം പരിക്കുപറ്റി കണ്ണൂർ കൂത്തുപറമ്പ് റോട്ടിൽ കിടക്കുന്ന സമയത്താണ് വെടിവെപ്പുണ്ടായത്. വെടിവെക്കരുത്, ഞങ്ങൾ പിരിഞ്ഞു പോകാൻ വന്നവരാണ്, ഞങ്ങൾ പ്രതിഷേധത്തിൻ്റെ കറുത്ത കൊടി കാണിച്ചു പോകും, ഞങ്ങളുടെ കയ്യിൽ മറ്റൊരായുധവും ഇല്ല എന്ന് പറഞ്ഞിട്ടും അന്ന് UDF ഭരണകാലത്ത് ഹക്കീം ബത്തേരിയുടെ നേതൃത്വത്തിൽ പ്രത്യേകം നിയോഗിച്ച പോലീസ് ഉദ്യോഗസ്ഥന്മാർ യുവജന പ്രവർത്തകരുടെ മേൽ വേട്ടപ്പട്ടികളെ പോലെ വേട്ടയാടുകയായിരുന്നു. സഖാവ് പുഷ്പൻ സ്വാതന്ത്ര്യ സമരകാലത്തെ പോരാളികൾക്ക് ബ്രിട്ടീഷുകാർ സമ്മാനിച്ച വെടിവെപ്പിന് ഇരയായ നിരവധി പേർ അന്ന് വെടിയേറ്റ് ജീവിച്ചവരുണ്ടായിരുന്നു. പക്ഷെ 30 വർഷം വെടിയേറ്റ് ജീവിച്ച മറ്റൊരു മനുഷ്യനില്ല. ജീവിക്കുന്ന രക്തസാക്ഷി എന്ന പേര് അന്വർത്ഥമാക്കുന്ന ഒരാളാണ് പുഷ്പൻ. ഈ 30 വർഷം ഒന്ന് പുഷ്പൻ്റെ മനോധൈര്യവും ഇച്ഛാശക്തിയും, ആര് പുഷ്പനെ കാണാൻ പോയാലുമുള്ള മായാത്ത പുഞ്ചിരിയും, ഇതെല്ലാം പുഷ്പൻ്റെ ജീവൻ 30 വർഷം നിലനിർത്തി.
പുഷ്പൻ്റെ ഈ ഇച്ഛാശക്തിയോടൊപ്പം പുഷ്പൻ്റെ വിവിധ ആശുപത്രികളിൽ എത്തിയപ്പോൾ ചികിത്സിച്ച ഡോക്ടർമാർ, നേഴ്സുമാർ, മറ്റാരോഗ്യ പ്രവർത്തകർ, പുഷ്പൻ്റെ കൂടെ സ്ഥിരമായി ഉണ്ടായിരുന്ന പ്രകാശൻ, സഹോദരൻ പ്രകാശൻ അടക്കമുള്ളവർ, അവർ കാണിച്ച ത്യാഗ മനോഭാവമാണ് യഥാർത്ഥത്തിൽ പുഷ്പനെ 30 വർഷം ജീവനോടെ നമുക്ക് കാണാൻ കഴിഞ്ഞത്. പ്രത്യേകിച്ച് തലശ്ശേരി കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ, ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, കോഴിക്കോട് മെഡിക്കൽ കോളേജ്, ആരോഗ്യവകുപ്പ് പ്രത്യേക മെഡിക്കൽ ടീമിനെ നിയോഗിച്ചുകൊണ്ട് പരിശോധനയ്ക്ക് അയച്ചത്, ഇതെല്ലാം യഥാർത്ഥത്തിൽ പുഷ്പൻ്റെ ജീവൻ നിലനിർത്താൻ വേണ്ടിയുള്ള പരിശ്രമത്തിൻ്റെ ഭാഗമായിരുന്നു. അവരെല്ലാം വഹിച്ച പങ്ക് നിസ്തുലമാണ്. ഏത് സന്ദർഭത്തിലും ഡോക്ടർമാരെ വിളിക്കുമ്പോൾ അവർ പുഷ്പൻ്റെ ജീവൻ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ആരോഗ്യ മേഖലയിലെ സേവനം നടത്തുകയായിരുന്നു. അവർക്കെല്ലാം ഈ ഘട്ടത്തിൽ നന്ദിയും അവരോടുള്ള കടപ്പാടും ഞാൻ രേഖപ്പെടുത്തുകയാണ്. തീർച്ചയായും പുഷ്പനെ അവസാനമായി ഒരു നോക്ക് കാണാൻ വേണ്ടി എത്തിച്ചേരുന്ന ജനങ്ങൾ നാടിൻ്റെ നാനാഭാഗത്ത് നിന്നും ഉണ്ടാകുമെന്നറിയാം. അതുകൊണ്ടാണ് ആംബുലൻസ് വാഹനം ട്രാൻസ്പെറൻ്റ് ആയത് ഉപയോഗിക്കുന്നത്. എല്ലാവരോടും ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത്, ആളുകൾ കൂട്ടമായി നിൽക്കുന്ന ഈ വിവരിച്ച റൂട്ടിലുള്ള എല്ലാ സ്ഥലത്തും ആംബുലൻസ് പതുക്കിയാണ് പോവുക. പക്ഷേ ശവസംസ്കാര ചടങ്ങ് വൈകുന്നേരം നടത്താൻ കഴിയും വിധത്തിൽ എല്ലാവരും പുഷ്പനെ അവസാനമായി ഒരു നോക്ക് കാണാൻ എത്തിച്ചേരുന്നവരെല്ലാം സഹകരിക്കണം. റീത്തുകൾ സമർപ്പിക്കുന്നവർ അതിൻ്റെ കൂടെയുള്ള ആളുകളെ ഏൽപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. വണ്ടിയിൽ കയറി റീത്ത് വെക്കാൻ കഴിയാത്ത പ്രയാസമുണ്ട് എന്ന് എല്ലാവരെയും അറിയിക്കുന്നു. അതോടൊപ്പം തലശ്ശേരി ടൗൺ ഹാളിലും ചുക്ലി രാമവിലാസം സ്കൂളിലുമായിരിക്കും വണ്ടിയിൽ നിന്ന്, ആംബുലൻസ് വണ്ടിയിൽ നിന്ന് എടുത്ത് ഈ മൃതദേഹം പുറത്ത് നമുക്ക് വെക്കാൻ കഴിയുക. അതുകൊണ്ട് ആംബുലൻസ് വാഹനത്തിൽ വഴിയിൽ ഉടനീളം കണ്ടുപോകുന്നവർ അങ്ങനെ പെട്ടെന്ന് സമയം ക്രമീകരിച്ചു പോകാനും സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്.